ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ സനീഷ് കരിപ്പാൽ സംവിധാനം ചെയ്തിട്ട് മീഡിയ മാസൻസ് മലയാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന കാത്തോളം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ട്രെയിലർ ലോഞ്ചും അതേപോലെ തന്നെ നമ്മളുടെ പ്രിവ്യൂ ഷോയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കലാ ആസ്വാദകരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊരു വലിയ കോട്ടുണ്ട്. എന്നുവെച്ചാൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കൊളംബസിനെ പോലെയാണ്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അമേരിക്ക കണ്ടുപിടിച്ചേ പറ്റും. പക്ഷെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ പണി തീർത്തിട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയേ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് സനീഷിനെ കുറിച്ച് പറയാനുള്ളത്, എല്ലാ ദിവസവും അമേരിക്ക കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ്. ഞാൻ സനീഷിനെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗ്രാഫിക്സിലാണെങ്കിലും കൂടുതൽ താല്പര്യം ഫിലിം മേക്കിങ്ങിലും ഒക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നും അമേരിക്ക കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിൽ ഒരു അമേരിക്ക ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുണ്ടാവട്ടെ. എന്തായാലും നന്മകൾ നേരുന്നു. സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. കാത്തോളം എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ സനീഷ്, കഥാകൃത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് ചന്ദ്രൻ രാമന്തളി, മറ്റ് വിശിഷ്ട വ്യക്തികൾ, വളരെ സന്തോഷകരമായ ഒരു ദിവസമാണെന്ന്. കാരണം എന്നോട് ചന്ദ്രൻ പലപ്പോഴും പറയാറുണ്ട്, ഇതിൻ്റെ പ്രിവ്യൂ ഷോയ്ക്ക് വരണം, കാണണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് നല്ലൊരു അനുഭവമായി മാറട്ടെ, നല്ലൊരു ചിത്രമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിലും നടീനടന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഇത് എല്ലാവരും കണ്ടു. ഇതിൽ പറയുന്ന ഒരുപാട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരുപാട് വായിച്ചെടുത്തു. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന പയ്യന്നൂർ രാമന്തളി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വീഴുന്ന തന്നെ രാഷ്ട്രീയത്തിലേക്കും തെയ്യത്തിലേക്കും ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു ജന്മനാ നമുക്ക് കിട്ടുന്ന തെയ്യവും തെയ്യക്കാരും. നമ്മൾ തെയ്യം കിട്ടുന്ന ആൾക്കാർ പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ മുദ്രാക്കം കളിക്കാനുണ്ടാവും, പിന്നീട് കലാസമിതി നാടകം കളിക്കാനുണ്ടാവും, പിന്നീട് പല പല കാര്യങ്ങളിൽ ഒന്നിച്ചിട്ടുണ്ടാവും. അമ്പലത്തിലെത്തുമ്പം ഒരു തെയ്യമായിട്ട് മാറുന്നു. കൂട്ടായ്മയിലൂടെ ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരോടും നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമുണ്ട്. കരിപ്പാലിൻ്റെ ഭാവിയിൽ എല്ലാവരും അടുത്ത സിനിമ, ഇതൊരു സിനിമ തന്നെയാണ്. സിനിമയ്ക്ക് ചെറുത് വലുതെന്നൊന്നുമില്ല. ഇതിൻ്റെ എനിക്കൊന്നൊരു വലിയ സിനിമ നമ്മൾ ബാഹുബലി എന്നൊക്കെ പറയും, അതിനേക്കാളും വലിയൊരു എഫേർട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുമ്പോൾ ഉണ്ട്. അത് അധ്വാനം എന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെയിൻ ആയാലും ഫിസിക്കലി സ്ട്രെയിൻ ആയാലും ചിലപ്പോൾ എല്ലാത്തിനും ഒരുപോലെയാണ് അത് കൂടുതൽ. അപ്പോൾ ഇതൊരു വലിയ സിനിമയാണെന്ന് അംഗീകരിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഇനിയും വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കാം. എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്നില്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തന്നെ. അതേപോലെ ഇതൊരു വലിയൊരു തിയേറ്റർ പോലെ തന്നെ എനിക്ക് ഇത്ര ചെറുതായാലും വലിയൊരു തിയേറ്റർ പോലെ ഫീൽ ചെയ്യുന്ന ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു തരുണിനൊന്നും അതേപോലെ ഈ ടീമിനൊന്നും എത്ര പറഞ്ഞാലും മതിയാവാതെ അത്രയും എഫേർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ഇതിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല എന്തായാലും താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് KV ശശികുമാർ സാറ് അക്ഷയ്ക്ക് ഉപഹാരം നൽകുന്നു. VFX സെൻ KP ഉപഹാരം സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രീ കലവൂർ രവികുമാർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി മ്യൂസിക് ചെയ്ത് ജിഷ്ണു തിലകൻ. സൗണ്ട് ഡിസൈൻ ജൂഡ് റോബിൻസ്. സൗണ്ട് ഡിസൈൻ ജൂഡ് റോബിൻസ്. ശ്രീ ഷിജു സേവ്യർ. ഫോളി സൗണ്ട് ശ്രീ ഷിജു സേവ്യർ. അടുത്തത് എഡിറ്റർ രാഹുൽ ബാബു. DOP തരുൺ ഭാസ്കർ. സ്ക്രിപ്റ്റ് എഴുതിയ ചന്ദ്രേട്ടൻ. ദീപികയ്ക്ക് വേണ്ടിയിട്ട് ഉപഹാരം വാങ്ങിക്കാനായിട്ട് എത്തും. കഥാസംവിധാനം സനീഷ്. പ്രൊഡക്ഷൻ ജബീർ സൈൻ.